നമ്മളെ എവിടെയുള്ള ആളാണെന്ന് എനിക്കറിയാം, റിയാസ് നല്ലണം എന്ന് പറയുന്ന ഒരു വ്യക്തി, ബഹുമാനപ്പെട്ട പാണക്കാട് സാദാത്യങ്ങളിൽപ്പെട്ട, പിന്നെ 4 തങ്ങന്മാരെ എഫ് ബിയിൽ വെച്ചുകൊണ്ട് അവഹേളിക്കുന്നത് കണ്ടു. അവനോടൊക്കെ, ഈ റിയാസ് നല്ലണം എന്ന വ്യക്തിയോടും ഈ സുഹാബി കൊട്ടാരം പണ്ഡിതന്മാരോടും ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ. ഇവർക്ക് മുജാഹിദിൻ്റെയും വിദയി കക്ഷികളുടെ സമ്മേളനത്തിൽ പോയാലോ, അല്ലെങ്കിൽ വേറെ മുബ്തദീങ്ങളുടെ പരിപാടിയിൽ പോയാലോ, ഏതെങ്കിലും വഹാബിൻ്റെ സ്റ്റേജിൽ പങ്കെടുത്താലോ ഇവർക്കൊരു കുരും പൊട്ടുന്നില്ല, ഇവർക്കൊരു പ്രശ്നമല്ല. ഈ റിയാസ് നല്ലണം എന്ന് പറയുന്ന ആ ചങ്ങായി ഒരു സാധാരണ വ്യക്തിയാണ്. അതേപോലെയുള്ള ആ ചങ്ങായിൻ്റെ അതേ നിലപാട് തന്നെയാണ് ഈ നളന്ത ടീമിനും. നളന്ത ടീം എന്ന് പറഞ്ഞാൽ അബ്ദുസമദ് പൂക്കോട്ടൂർ, നാസർ കൂടത്തായി, ഏതാണ് സംസ്കൃത പണ്ഡിതണ്ടല്ലോ, എന്താ ഓണംപുള്ളി, പിന്നെ റഹ്മാൻ വൈസി, പിന്നെ അങ്ങനെ കുറേ എണ്ണുണ്ടല്ലോ ഈ നളന്ത. ഇവർക്കൊന്നും എന്തില്ല, ഇവരുടെ ഒക്കെ പ്രശ്നം വേറെയാണ്. ഇവർക്കൊന്നും പിന്നെ എന്ത് പ്രശ്നമല്ല. മുജാഹിദിൻ്റെ സമ്മേളനത്തിൽ പിന്നെ തങ്ങന്മാർ പോയാലോ അതിലൊന്നും ഓർക്ക് യാതൊരു പ്രശ്നമല്ല. ഓർക്ക് പ്രശ്നം വരുന്നത് ഇവിടെയാണ്. സമസ്തൻ്റെ വേദിയിൽ പാണക്കാടുത്തെ തങ്ങന്മാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമൻ്റെ മഹാന്മാരായ പണ്ഡിതന്മാരെ സ്റ്റേജിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇവർക്കത് ഭയങ്കര പ്രശ്നമാണ്. അല്ലാഹ്, സമസ്തൻ്റെ ആൾക്കാർ മൊത്തം പാണക്കാട് വിരോധികളാണ് എന്നാണ് ഇവരെ ഒരു മുഖ്യ കുപ്രചരണം. ഈ നളന്തകൾ ഇപ്പം എന്താ ചെയ്യുന്നത്? എന്തെങ്കിലും ഇവർക്ക് ചെയ്യാണ്ടോ? ഇവര് പാണക്കാട് പോയിട്ട് പിന്നെ പറയണേ, താങ്കൾ പോകാൻ പാടില്ല, അതേ പതാക കൈമാറൽ സാധാരണ ഇവിടുന്നാണ് വേണ്ടതെന്ന് പറയണേ. സാധാരണ ഈ പതാക കൈമാറൽ എല്ലാ വിഷയം ഈ നളന്ത ടീമിന്, ഈ സ്വഹാബി കൊട്ടാര പണ്ഡിതന്മാർക്ക് മുഴുവൻ അറിയുന്നൊരു കാര്യമാണ്. ബഹുമാനപ്പെട്ട വരക്കൽ ഉപ്പാപ്പ മറവിട്ട് കിടക്കുന്ന വരക്കലിൽ നിന്നാണ് പതാക ഇടല്ലേ. അതിനെപ്പറ്റിയൊക്കെ ബഹുമാനപ്പെട്ട അബൂതാഹിർ ഫൈസി ഉസ്താദ്, അള്ളാഹു തആല ആഫിയത്തോട് കൂടി ദീർഘായുസ്സ് കൊടുക്കട്ടെ, അവർ അതിനെപ്പറ്റി ശരിക്കും വിശദീകരിച്ചിട്ട് ഒരു 10 മിനിറ്റ് 5 മിനിറ്റിൻ്റെ ഒരു വീഡിയോനെ വിട്ടിട്ടുണ്ട്. അവിടെ എന്താണ് പറഞ്ഞത്? അവിടെ വെച്ചിട്ടാണ് പിന്നെ ഇത് ഇതാക്കാൻ തീരുമാനം. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമി ആലിക്കുട്ടി ഉസ്താദിന് സുഖമില്ലാത്തത് കൊണ്ട് മൂപ്പരെ പെരിന്നുണ്ടാക്കിയതാണ്. എന്നിട്ട് ഇവിടെ എന്താണ് പ്രചരിപ്പിച്ചത്? പാണക്കാട് തങ്ങളെ ബഹിഷ്കരിച്ചു, പാണക്കാട് തങ്ങൾക്ക് വില കൊടുത്തില്ല, പാണക്കാട് തങ്ങൾക്ക് അവിടെ കൂടെ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ പാണക്കാട് വിരോധം സമസ്തൻ്റെ ആൾക്കാർക്കും നേതാക്കന്മാർക്കും പാണക്കാട് വിരോധമാണ്. പാണക്കാട് തങ്ങന്മാരെ പിന്നെ ഈ സമസ്ത അംഗീകരിക്കണില്ല. അതിനെപ്പറ്റി അമീദ് വൈസിൻ്റെ പേര്, ഉമർ വൈസിൻ്റെ പേരൊക്കെ എടുത്തിട്ട് വെറുതെ ചിത്രത ഉണ്ടാക്കുക. എന്നാൽ ഈ കൂട്ടര് ഈ റിയാസ് നല്ലണം എന്ന് പറയുന്ന വ്യക്തി 4 പാണക്കാട് സാദാത്യങ്ങളെ, പിന്നെ സാദിഖ് അലി ശാബ്ദങ്ങൾ പോലെയുള്ള, ഹാരിസ് അലി ശാബ്ദങ്ങൾ പോലെയുള്ള 4 പാണക്കാടത്തെ തങ്ങന്മാരെ ഫോട്ടോ വെച്ചിട്ട് പിന്നെ പ്ലാറ്റ്ഫോമിൽ പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് വളരെ നീചകൃത്യമായ കാര്യങ്ങളാണ് പാണക്കാട് സാദാത്യങ്ങളെ പറ്റി പറയുന്നത്. ഇപ്പോൾ ഒരു കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഈ നളന്ത ടീം നാസർ കൂടത്തായി, അബ്ദുസമദ് പൂക്കോട്ടൂർ പാണക്കാട് തങ്ങന്മാർക്കെതിരെ പറഞ്ഞിട്ടില്ലേ? അന്നൊന്നും ഇവർക്ക് പ്രശ്നം ഉണ്ടായില്ലല്ലോ. അപ്പൊ ഇത് വരുത്തി തീർക്കുന്നത് ഞങ്ങളാരും പാണക്കാട് സാദിഖ് അലി ശാബ്ദങ്ങൾ. ഇപ്പൊ ഇത്ര വിഷയം ഉണ്ടായിട്ട് ഇന്ന് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ തങ്ങൾ ഉസ്താദിന്റെ പത്രസമ്മേളനത്തിൽ പത്രക്കാർ ചോദിച്ചു, എന്താണ് സാദിഖ് അലി തങ്ങൾ ബഹിഷ്കരിച്ചു കൊടുക്കുന്നത്? തങ്ങൾ ഉസ്താദ് പറയുക അങ്ങനെ ഒരു ബഹിഷ്കരണമൊന്നുമില്ല, പിന്നെ ഞങ്ങളും മുസ്ലിം ലീഗും തമ്മിലൊരു പ്രശ്നമല്ല, പിന്നെ ലീഗ് അനുകൂലികൾ ലീഗ് പ്രതികൂലികൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാം കുപ്രചരണം. ഇവിടെ ലീഗ് അനുകൂലം ലീഗ് പ്രതികൂലം ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ പറയും. ജിഫിരി തങ്ങൾ പിന്നെ ലീഗിന്റെ ഏതെങ്കിലും നേതാക്കന്മാർക്കെതിരെ പറഞ്ഞിരിക്കണോ? ഇല്ല. പിന്നെ പാണക്കാട് വിരോധം പറഞ്ഞ് ഇവരീപ്പെട്ട ആൾക്കാരാണ് ഈ പാണക്കാട്. ഈ നാസർ കൂടത്തായി ഏതോ ഒരു വിഷയത്തിൽ പാണക്കാട് ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശാബ്ദങ്ങളെ പറ്റി വളരെ നീചമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇത്രേ ഉള്ളൂ, ഒരാൾക്ക് അള്ളാന്റെ ദീനും വേണ്ട, സുന്നത്ത് ജമാഅത്തും വേണ്ട. ബഹുമാനപ്പെട്ട അസ്കർ അലി ഫൈസി ഉസ്താദ് പറഞ്ഞമാർക്ക് എല്ലാ സ്ഥലത്തു കൂടിയും പോകും. ആ രാഷ്ട്രീയ നേതാവാണ്, ഞമ്മക്ക് പ്രശ്നമല്ല. മുസ്ലിം ലീഗിന്റെ നേതാവായിരിക്കുമ്പോൾ എല്ലായിടത്തും പോകേണ്ടി വരും. പക്ഷെ ഞമ്മക്ക് പറയാനുള്ള എന്തുള്ളൂ, അങ്ങനെയുള്ളൊരു ഇത് നമുക്ക് സമസ്തന്റെ ഭരണഘടന വിരുദ്ധമായ ഒരു പ്രവർത്തനത്തിന് നമുക്ക് സമസ്തന്റെ ആലിമ്യങ്ങൾക്ക് നിന്നൊടുക്കാൻ പറ്റില്ല, മുഷാവറക്ക് നിന്നൊടുക്കാൻ പറ്റില്ല. സുന്നത്ത് ജമാഅത്തിനും അള്ളാന്റെ ദീനിനും എതിരാണോ ഏത് മൂല്യരാണെങ്കിലും നമ്മൾ അയാളെ മാറ്റി നിർത്തുക എന്നല്ലാതെ അയാൾ തെറി പറയാനോ കാര്യങ്ങൾക്കോ പറ്റില്ല. നമ്മൾ ചെയ്യാൻ പോകില്ല. ഏതെങ്കിലും സമസ്തന്റെ നേതാവ് പറഞ്ഞത് പാണക്കാട് സാദിഖ് അലി തങ്ങളെ പറ്റിയോ പാണക്കാട് സാദാത്യങ്ങളെ പറ്റി എന്തെങ്കിലും പറഞ്ഞതായിട്ട് കേൾക്കുന്നുണ്ടോ? പിന്നെ ഇപ്പോൾ ഈ വിവാദങ്ങളൊക്കെ എന്താണ്? ഹൈദർ അലി തങ്ങൾ ഉപ്പാപ്പുണ്ടായിരുന്നെന്ന്, ഷെയ്ദ് മുഹമ്മദ് അലി ഷാബ് തങ്ങൾ ഉപ്പാപ്പുണ്ടായിരുന്നെന്ന്, ഉമർ അലി തങ്ങൾ ഉപ്പാപ്പുണ്ടായിരുന്നെന്ന് എന്തെങ്കിലും വിഷയങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടോ? ഒരു വിഷയം നടന്നിട്ടില്ല. അവർക്കൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കഴിഞ്ഞിട്ടുള്ളൂ സമുദായ പാട്ടുണ്ടാഞ്ഞത്. അള്ളാന്റെ ദീന് കഴിഞ്ഞിട്ടുള്ളൂ. സമസ്ത എന്നുള്ള അള്ളാന്റെ ദീനാണ്, അത് കഴിഞ്ഞിട്ടുള്ളൂ മഹാന്മാരായ പിന്നെ തങ്ങന്മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ലീഗ് കഴിഞ്ഞിട്ടുള്ളൂ സമസ്ത. അപ്പോൾ സമസ്തന്റെ ഒരു നയം എന്നുണ്ടതുണ്ട്. ആ നയത്തിനെതിരാണോ ഞങ്ങൾ അവരെ തെറി പറയാനോ പിന്നെ സമൂഹ മാധ്യമത്തിൽ ഇകഴ്ത്താനോ സമസ്തന്റെ ഒരു പണ്ഡിതന്മാരോ ഒരടികളോ നിന്നിട്ടില്ല. അതാർക്കും തെളിയിച്ചാൻ കഴിയൂല. അപ്പൊ ഈ നളന്ത ടീമിനൊക്കെ ഇത് ജനങ്ങളെ മുൻനിര നിർത്താം. അത് പൊതുസമൂഹത്തിന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വിജയിക്കുകയും ചെയ്യും. സമസ്തന്റെ ആൾക്കാർ പാണക്കാട് തങ്ങന്മാർക്ക് എതിരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ കേരളത്തിലെ വില പോവുകയും ചെയ്യും. അത് ഇവർക്ക് അറിയും ചെയ്യാം, ആയിക്കോട്ടെ ഈ നളന്തകൾക്ക്. അപ്പൊ അതൊന്നും ഇവിടെ വില പോകൂല മക്കളെ. ഇന്നത്തെ കാലം നിങ്ങളെ പഴയ കാലമല്ല. സോഷ്യൽ മീഡിയകളും കാര്യങ്ങളൊക്കെ എല്ലാവരും ഉപയോഗിക്കണേ. അപ്പൊ അതവിടെ നിർത്തിക്കളയും, അത് ഇവിടെ നടക്കൂല. നേരെ മറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ അടുത്ത് ബഹുമാനപ്പെട്ട മുനവർ അലി ശിഹാബ് തങ്ങളുടെ
പിന്നെ മോള് പിന്നെ മീഡിയൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു എന്ത് പള്ളിയിൽ പോകണതിന് പ്രശ്നമൊന്നുമില്ല, അതൊക്കെ കുറച്ച് ആൾക്കാരുണ്ടാക്കി തീർക്കണതാണ് എന്ന് പറഞ്ഞു. അതിന് മുനവരി ശബ്ദങ്ങൾ അത് തിരുത്തും ചെയ്തു. അതിൻ്റെ പിന്നാലെ എത്ര മുജാഹിദിൻ്റെ പണ്ഡിതന്മാർ വന്നിട്ട് എന്തൊക്കെ തെറി പറഞ്ഞു. പിന്നെ മുനവറിൽ തങ്ങളുടെ മോള് പറഞ്ഞതാണ് ശരി, മുനവറിൽ തങ്ങൾ പറഞ്ഞത് തെറ്റാണ്, എന്തൊക്കെ വിഷയങ്ങൾ പറഞ്ഞു. ആ ഒരു വിഷയത്തുമായി ബന്ധപ്പെട്ട് കാമ എന്നൊരക്ഷരം ഈ റിയാസ് നല്ലോണം ഓനും നമ്മൾ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഈ കൊട്ടാര പണ്ഡിതന്മാർ എന്തെങ്കിലും ഇതിനെ പറ്റി പറഞ്ഞു. ഈ നാസർ കൂടത്തായി പോലെയുള്ള ഈ നളന്ത ടീം അതിന് ന്യായീകരിച്ചു. അതൊരു 16 വയസ്സായ കുട്ടിയല്ലേ, അതിന് പറയുന്നിടത്തേക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അതിന് ന്യായീകരിച്ചു. ഇപ്പൊ കുരുപൊട്ടാണ്. സമസ്തന് 100-ാം വാർഷികത്തോടനുബന്ധിച്ച് അതിന്റെ സ്വാഗത സംഘ കമ്മിറ്റിയിൽ നളന്ത ടീമിനെ ഞങ്ങളെ പങ്കെടുപ്പിച്ചില്ല. അതൊക്കെ ഒരു മസ്ലഹത്ത് ചർച്ചയിൽ ആ വിഷയമൊക്കെ അവിടെ ഒതുങ്ങി തീർന്നതാണ്. അതിന്റെ ശേഷം പിന്നെ ഈ നളന്ത ടീമിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി, ഇപ്പോൾ ബഹുമാനപ്പെട്ട സാദിഖലി തങ്ങളുടെ അടുത്തേക്ക് തഹിയ ഒക്കെ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തഹിയ ഫണ്ടുമായി ബന്ധപ്പെട്ട് സന്ദേശം കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി എനിക്ക് ഒഴിവില്ലായിരുന്നു, കൊടുത്തില്ല. എന്നിട്ട് ഇപ്പം എന്താ ഇവിടെ? അപ്പൊ ഏതെങ്കിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ രൂപീകരിച്ചത് ഏതെങ്കിലും തറവാടിനെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായത്തെ പാർട്ടിനെ കണ്ടിട്ടോ അല്ല. ഈ സമുദായ പാർട്ടി ഇവിടെ ഉണ്ടാകുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ രൂപീകരണത്തിന് ശേഷമാണ് വരുന്നത്. അപ്പൊ ഇവരെ ആരിനെയും കണ്ടിട്ടല്ല. ഇവിടെ ബിദഈ കക്ഷികൾ ഇവിടെ പിന്നെ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ ചിത്രത ഉണ്ടാക്കിയപ്പോൾ, പിന്നെ ആരാധന വിഷയത്തിലും എല്ലാ വിഷയത്തിലും ചിത്രത ഉണ്ടാക്കിയപ്പോൾ, പിന്നെ പുത്തനാശയം പ്രചരിപ്പിച്ചപ്പോഴാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ രൂപീകരിച്ചത്. അതല്ലാതെ സമസ്ത പിന്നെ ഏത് തങ്ങളാണെങ്കിലും മൂല്യരാണെങ്കിലും ഇപ്പൊ അമീദ് ഫൈസിയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ ഇതിലിപ്പോൾ ഒരു ഉന്നതിയിലും പിന്നെ സുന്നത്ത് ജമാഅത്ത് പറഞ്ഞിട്ട് എല്ലാം കൊണ്ടും ഒരു സംഘാടകന്, അതായത് സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ അണികൾക്ക് ഒരു ആവേശമായിട്ട് നിൽക്കുന്ന ഒരു നേതാവാണ് ബഹുമാനപ്പെട്ട അമ്പലക്കട ഉസ്താദ്. ആ അമ്പലക്കട ഉസ്താദ് സാക്ഷാൽ സുന്നത്ത് ജമാഅത്തിനെതിരാണോ ദീനിനെതിരാണോ എടുത്ത് പുറത്തുക്കിടും. ഞങ്ങളെല്ലാം ആദരിക്കും ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരം സയ്യിദുൽ ഉലമ, നാളെ സുന്നത്ത് ജമാഅത്തിനെതിരാണ് എടുത്ത് പുറത്തുക്കിടും. അപ്പൊ ഇവിടെ ഏതെങ്കിലും തറവാട് കണ്ടിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി കണ്ടിട്ടോ അല്ല ഇത് രൂപീകരിച്ചിരിക്കുന്നത്. ഇനി ഏത് തങ്ങളാണെങ്കിലും ഏത് തറവാട്ടിൽപ്പെട്ട ഏത് തങ്ങളാണെങ്കിലും, അപ്പൊ പറഞ്ഞില്ല അമീർ വൈസ് ഉസ്താനെ പറ്റി പറഞ്ഞു, തങ്ങൾ ഉസ്താനെ പറ്റി പറഞ്ഞു, ഇനി ആരാണെങ്കിലും സുന്നത്ത് ജമാഅത്തിനെതിരെ പ്രവർത്തിച്ചോ എടുത്ത് പുറത്തുക്കിടും. അത് ആരാണെങ്കിലും. ഇപ്പൊ ഇവിടെ നിങ്ങള് സമസ്തന്റെ സമ്മേളനം ബഹിഷ്കരിച്ചു, അല്ലെങ്കിൽ തഹിയ ഫണ്ട് ബഹിഷ്കരിച്ചു. ഇപ്പൊ തഹിയന്റെ ഫണ്ടുകൾ ബഹിഷ്കരിച്ചു. എവിടേക്ക് 50 കോടി കഴിഞ്ഞ് മുന്നോട്ട് ഇപ്പോഴും മൈക്ക് പണം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ബഹിഷ്കരിക്കാണ് ഏത് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ പിന്നെ ഈ കേരള യാത്ര, അത് നിങ്ങൾ ബഹിഷ്കരിച്ചു. എന്ത് ചുക്ക് അവിടെ സംഭവിച്ചത്? ജനലക്ഷങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാരാണ് തിരുവനന്തപുരത്തൊക്കെ ഒന്ന് പോയൊക്കെ നിങ്ങൾ മീഡിയയിൽ കാണുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ആരും ബഹിഷ്കരിച്ചത് കൊണ്ട് ഇത് പിന്നെ പരാജയപ്പെടുന്നു നിങ്ങൾ ആരും കരുതണ്ട. പിന്നെ ഞങ്ങൾക്ക് സമസ്തന്റെ മക്കൾക്ക് എന്തേ പറയുള്ളൂ, ഈ നളന്ത ടീമുകളൊക്കെ ഉണ്ടല്ലോ, ഈ ബഹിഷ്കരിച്ചത് ആരാണെങ്കിലും നളന്ത നേതാക്കന്മാർ ആ കുനിയ എന്ന് പറയുന്ന ആ മഹത്തായ അള്ളാന്റെ ഔലിയാക്കൾ പങ്കെടുക്കുന്ന ആ സമ്മേളനത്തിൽ നിങ്ങളെ മൂറൊന്ന് കാണാതിരുന്നാൽ മതി. ഞങ്ങൾക്ക് നിങ്ങളിപ്പോൾ ഇനി സഹകരിച്ചിട്ട് അതിൽ ആളുകൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ സഹകരിച്ചു കഴിഞ്ഞാൽ 10 ആൾക്കാർ അതിലൂടെ കമ്മിയാവും. നേരെ മറിച്ച് നിങ്ങൾ ഇതിനെ സഹകരിക്കാതെ നിങ്ങൾ ബഹിഷ്കരിക്കുകയാണ് എങ്കിൽ സമസ്തന്റെ 100-ാം വാർഷികത്തിന് 1,00,000 ആൾക്കാർ ഏറെ പങ്കെടുക്കും. നിങ്ങൾ ആരോടെ കളിക്കണത്? ഇതൊരു ആത്മീയ സംഘടനയാണ്. നിങ്ങളെ കളി ഇവിടെ നടക്കൂല. സുന്നത്ത് ജമാഅത്ത് ഉണ്ടോ, അള്ളാന്റെ ദീനുണ്ടോ, ന്യൂ ജനറേഷന്റെ ഒപ്പം പോയി കഴിഞ്ഞാൽ അത് ആരാണെങ്കിലും പടിക്കു പുറത്ത് തന്നെയാണ്, പടിക്കു പുറത്താണ്. സുന്നത്ത് ജമാഅത്ത് ഉണ്ടോ, അള്ളാന്റെ ദീനുണ്ടോ, നിങ്ങളെ ബാക്കിൽ ജനലക്ഷങ്ങൾ സമസ്തന്റെ മക്കളുണ്ടാവും. ഇല്ലേ ഒരു നെലിമ്പള്ളി ഉണ്ടാവില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ഈ നളന്ത ടീമിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ സമ്മേളനം ബഹിഷ്കരിക്കണം. സമസ്തന്റെ 100-ാം വാർഷിക കുനിയയിൽ നടക്കുന്ന സമ്മേളനവും നിങ്ങൾ ബഹിഷ്കരിക്കണം. നിങ്ങൾ ആ ഭാഗത്തേക്ക് വരരുത്. അത്ര ഞങ്ങൾക്ക് സമസ്തന്റെ മക്കൾക്ക് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.